എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ MK മുനീർ സാഹിബിൻ്റെ വീട് ജപ്തിക്ക് വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ. എല്ലാവരും കണ്ടവരാണ്. പക്ഷെ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. കണ്ടാലേ നമുക്ക് തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റൂലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചിലവ് നടക്കണം, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയുള്ളതായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങളുണ്ടാവും. ചങ്ങായിമാരെ എല്ലാവരും കണ്ടില്ലേ? MK മുനീർ സാഹിബിനോട് പറയാനുള്ളത്, മുനീർ സാഹിബേ, നിങ്ങളൊരാൾ മാത്രമല്ല കേട്ടോ. ഇതേപോലെ ബാങ്ക് ലോൺ എടുത്തിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾ വീണ്ടും വീണ്ടും മത്സരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്തെങ്കിലും കഴിഞ്ഞു പോകുക എന്ന് കരുതിയിട്ടാണല്ലേ. മുനീർ സാഹിബ് പറഞ്ഞ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്താണെന്നറിയാം. മുനീർ സാഹിബ് പറഞ്ഞ വാക്കല്ല, സത്യമാണത്. കാരണം നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് മാസം ചിലവ് വേണം, അല്ലെ? ജീവിച്ച് പോകണമെങ്കിൽ ചിലവ് വേണം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ പഠിത്തം വേണം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാലൻസ് ആയിട്ട് വേണ്ടേ നമ്മൾ ഈ ലോൺ അടച്ചു പോകാൻ, അല്ലേ? ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. കിട്ടാത്ത ശമ്പളങ്ങൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ അടക്ക എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രവാസികളുണ്ട് ഇതേപോലെ. ഈ പറയുന്ന ഞാനടക്കം അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് കിട്ടുന്ന പ്രവാസ ലോകത്തുനിന്ന് കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ നമുക്ക് തികയൂല കേട്ടോ ഈ ലോൺ അടച്ച് പൂർത്തിയാക്കാൻ. പിന്നീട് നമുക്ക് സഹായത്തിനൊരാൾ വേണം. ആൾ വേണം എന്ന് പറഞ്ഞാൽ ഒന്നിക്കലും മക്കൾ ജോലി ചെയ്യുന്നതായിരിക്കണം, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വരുമാനം വേണം, അല്ലേ? നമുക്ക് ചിലവിനും ഇതൊന്നും വേണ്ടാത്ത, അല്ലെങ്കിൽ ആവശ്യത്തിന് കണക്കായ എന്തെങ്കിലും ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ, മാസം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ മാസം അതുകൊണ്ട് പോയിട്ട് ബാങ്കിൽ അടക്കാമായിരുന്നു. നമ്മൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ പഠിത്തം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇല്ലവരാണെങ്കിലോ ഇങ്ങനെയുള്ളവരൊന്നും സഹായിക്കാനൊന്നും നിൽക്കൂല. കാണുമ്പോൾ പറയും അവൻ്റെ വീട്, അവൻ പ്രവാസിയാണ്, അവനിക്ക് നല്ല വീടുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം പോലും ഉണ്ടാക്കാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരോടും പറയാറില്ല. ഇതേപോലെ മുനീർ സാഹിബിനെ പോലെ ഇതേപോലെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ബാങ്ക് ജപ്തിക്ക് വരുമ്പോഴാണ് അയൽവാസി പോലും ചിലപ്പോൾ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ സ്വന്തം മക്കൾ പോലും അന്നേരമായിരിക്കും അറിയുക നമ്മുടെ വീട് ജപ്തിയിലാണ്, നമ്മളിനി എന്ത് ചെയ്യുമെന്നൊക്കെ, അല്ലേ? അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീടാൻ ഒരു വഴി തുറന്ന് കാണിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം.